മാരുതി 800 തൊട്ട് ടൊയോട്ട ലാൻഡ് ക്രൂയിസർ വരെയുള്ള ഒത്തിരി വാഹനങ്ങൾക്ക് സ്പെയർ പാർട്സുകൾ പരസ്പരം സെയിം ആവുന്നുണ്ട്. അത് ഏതൊക്കെ സ്പെയർ പാർട്സുകളാണ് സെയിം ആവുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ ലാൻഡ് ക്രൂയിസർ 100 സീരീസിൻ്റെ ഓയിൽ ഫിൽറ്ററും അതേപോലെ ടൈറോഡിനും അതിൻ്റെ ഇന്നർ റോഡും ആൾട്ടർനേറ്റർ ബെൽറ്റും അതിൻ്റെ ഇൻ്റർചാർജബിൾ യൂണിറ്റും എല്ലാം കോളിസിൻ്റെ സെയിമാണ്. അതോടൊപ്പം തന്നെ പഴയ മോഡൽ ഇന്നോവയുടെ ഓയിൽ ഫിൽറ്റർ തന്നെയാണ് ഫോർച്യൂണറിനും വരുന്നത്. അത് D4ൻ്റെയും D2ൻ്റെയും സെയിമാണ്. എല്ലാ കൂട്ടുകാർക്കും ഓട്ടോഡ്രൈവ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, ഒരു വാഹനത്തിൻ്റെ സ്പെയർ പാർട്സിന് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ടാറ്റയുടെ സ്പെയർ പാർട്സുകൾ മഹീന്ദ്രയിൽ ഉപയോഗിക്കുന്നുണ്ട്, മാരുതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മാരുതിയുടെ സ്പെയർ പാർട്സുകൾ മഹീന്ദ്രയിലും ടാറ്റയിലും അതേപോലെ ടൊയോട്ടയിലും അങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇത് ഏതൊക്കെ സ്പെയർ പാർട്സ് എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ മുതൽ നിങ്ങൾക്ക് 1000 രൂപ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ്, നിങ്ങളുടെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പൈസ നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ്. അത് ഏതൊക്കെയാണ് എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഏതൊക്കെ വാഹനത്തിൻ്റെ സ്പെയർ പാർട്സുകളാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന്. ഉദാഹരണത്തിന് നമ്മൾ മാരുതിയുടെ സ്വിഫ്റ്റിൻ്റെ ഡീസൽ ഫിൽറ്റർ തന്നെയാണ്, സ്വിഫ്റ്റ് ഡീസലിൻ്റെ ഡീസൽ ഫിൽറ്റർ തന്നെയാണ് സ്കോർപ്പിയോയ്ക്ക് വരുന്നത്. അതേപോലെ മാരുതിയുടെ വീൽ സിലിണ്ടറുകൾ ടാറ്റയുടെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ സ്പെയർ പാർട്സുകളാണ് ഏതൊക്കെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോകാം. മാരുതി 800ൻ്റെ ക്ലച്ച് തന്നെയാണ് ടാറ്റ നാനോയ്ക്കും ടാറ്റ ഐറിസിനും കമ്പനി ഉപയോഗിക്കുന്നത്. സൈലോയുടെ ബ്രേക്ക് പാഡ് തന്നെയാണ് ഇന്നോവയ്ക്ക് കമ്പനി ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ലൈറ്റ് മഹീന്ദ്ര വാൻ, ജിപ്സി, ബൊലേറോ പിക്കപ്പ്, നിസാൻ, മഹീന്ദ്ര ലോറി എന്നിവയ്ക്കെല്ലാം ബ്രേക്ക് ലൈറ്റ് റിയർ കോമ്പിനേഷൻ ലൈറ്റ് ഉപയോഗിക്കുന്നത് ഒരേ മോഡലാണ്. ബൊലേറോ ബ്രേക്ക് പാഡ് തന്നെയാണ് സുമോ, സ്കോർപ്പിയോ, സൊണാലിക, റിനോ എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നത്. ബൊലേറോയുടെ ബ്രേക്ക് പാഡാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പരസ്പരം സെയിമാണ്. ഇൻഡിക്കയുടെ ഓയിൽ ഫിൽറ്റർ തന്നെയാണ് റോവറിൻ്റെയും മോണ്ടിഗോയും സെയിമാണ്. ഇൻഡിക്കയുടെ ഓയിൽ ഫിൽറ്റർ. മാരുതി 800 ബ്രേക്ക് ഷൂ KBX ടൈപ്പാണ് ഐറിസിൻ്റെ റിയർ KBX ബ്രേക്ക് ഷൂ ആയിട്ട് ഉപയോഗിക്കുന്നത്. സെയിമാണ് സാധനം. നാനോയുടെ ഫ്രണ്ട് KBX ലൈനറാണ് ജീത്തോയുടെ റിയർ ലൈനറായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻഡിക്കയുടെ റിയർ വീൽ ബെയറിംഗ് ആണ് ഷെവർലെറ്റിൻ്റെ സ്പാർക്കിൻ്റെ റിയർ വീൽ ബെയറിംഗും സെയിമാണ്. ഫിയറ്റ് പൂന്തോ തെർമോസ്റ്റാറ്റ് കേസ് തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ തെർമോസ്റ്റാറ്റ് കേസായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സെയിം എഞ്ചിനാണ്. അൾട്ടോൻ്റെ ഫാൻ ബെൽറ്റ് 4PK 720 തന്നെയാണ് ടാറ്റ ഏസിൻ്റെ ഫാൻ ബെൽറ്റായിട്ട് ഉപയോഗിക്കുന്നത്. മാരുതി 800 ബ്രേക്ക് ഷൂ ഇൻഡിക്കയുടെ സെയിമാണ്. ഒരു മോഡലിനാണ് മാരുതി 800 ബ്രേക്ക് ഷൂ ഇൻഡിക്കയുടെ സെയിം ആയിട്ട് വരുന്നത്. ഫിയറ്റ് പുന്തോയുടെ ക്ലച്ചാണ് ഇൻഡിക്ക വിസ്റ്റോ ക്യൂജെറ്റ് സെയിമാണ്. ഫിയറ്റ് പുന്തോയുടെ ക്ലച്ച് ഇൻഡിക്ക വിസ്റ്റ ക്യൂജെറ്റുമായിട്ട് സെയിമാണ്. മാരുതി ഒമ്നി വാനിൻ്റെ റിയർ ഷോക്ക് അബ്സോർബർ തന്നെയാണ് മഹീന്ദ്ര ജീത്തോയുടെ റിയർ ഷോക്ക് അബ്സോർബർ ആയി കമ്പനി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാരുതി 800ൻ്റെ ക്ലച്ച് അസംബ്ലി തന്നെയാണ് മഹീന്ദ്ര ജീത്തോയുടെ ക്ലച്ച് അസംബ്ലി ആയി കമ്പനി ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിയറ്റ് പൂന്തോ ക്ലച്ച് സെറ്റ് സെയിമാണ് ടാറ്റയുടെ മൻസ. ഫിയറ്റ് ലിനിയയുടെ ടർബോ സെയിമാണ് ടാറ്റയുടെ മൻസ. ഡീസൽ ഫിയറ്റ് പൂന്തോ, റിറ്റ്സ്, സ്വിഫ്റ്റ്, ടാറ്റ ഇൻഡിക്ക സെയിം ഓയിൽ ഫിൽറ്റർ ആൻഡ് എയർ ഫിൽറ്റർ എല്ലാം സെയിമാണ്. ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ഡീസൽ വാഹനങ്ങളുടെ ഫിയറ്റ് പൂന്തോ, റിറ്റ്സ്, സ്വിഫ്റ്റ്, ടാറ്റ ഇൻഡിക്ക എല്ലാം സെയിമാണ്. അൾട്ടോൻ്റെ ഓയിൽ ഫിൽറ്റർ തന്നെയാണ് ഷെവർലെറ്റിൻ്റെ സ്പാർക്കിന് ഉപയോഗിക്കുന്നത്. 2017 ടൈപ്പ് 2 മോഡൽ മാരുതി അൾട്ടോ 800 എയർ ഫിൽറ്റർ, സ്ക്വയർ ടൈപ്പ്, ഹുണ്ടായ് ഇയോൺ എന്നീ വാഹനങ്ങൾക്ക് സെയിമാണ്.
ഡാറ്റ്സൺ റെഡിഗോയുടെ ഓയിൽ ഫിൽറ്റർ തന്നെയാണ് റിനോൾട്ട് കിഡിന് ഉപയോഗിക്കുന്നത്. മഹീന്ദ്ര മാക്സിമോ ആൻഡ് ടാറ്റ ഏസ് ഡൈക്കോർ ഏസ് മെഗ സെയിം ഡീസൽ ഫിൽറ്ററാണ് ഈ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. മഹീന്ദ്രയുടെ മാക്സിമോ, ടാറ്റ ഏസ് ഡൈക്കോർ, ഏസ് മെഗ എന്നീ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഡീസൽ ഫിൽറ്റർ സെയിമാണ്. i20 ഓയിൽ ഫിൽറ്റർ, പോളോ ഡീസൽ ഓയിൽ ഫിൽറ്റർ സെയിമാണ്. ഏഷ്യൻ്റെ ക്ലച്ച് ഡിസ്ക് തന്നെയാണ് ടാറ്റയ്ക്ക് ഉപയോഗിക്കുന്നത്. ഏഷ്യർ ടെറ 16 ക്ലച്ച് ഡിസ്ക് സെയിമാണ് ടാറ്റ E2 ഉപയോഗിക്കുന്നത്. മാരുതി സൂപ്പർ കാരി ആൻഡ് സെലേറിയോ ഡീസലിൻ്റെ എൻജിൻ പാർട്സുകളെല്ലാം സെയിമാണ്. മാരുതിയുടെ സൂപ്പർ കാരിയും സെലേറിയോ ഡീസലിൻ്റെയും എൻജിൻ പാർട്സുകൾ സെയിമാണ് ഒരുവിധം സാധനങ്ങൾ വരുന്നത്. ലാൻഡ് ക്രൂസർ 100 സീരീസിൻ്റെ ഓയിൽ ഫിൽറ്ററും ടൈറോഡിൻ്റും അതിൻ്റെ ഇന്നർ എൻഡും ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റും ഇൻ്റർ കൂളറും എല്ലാം കോളിസിൻ്റെ സെയിമാണ്. അതോടൊപ്പം തന്നെ പഴയ മോഡൽ ഇന്നോവയുടെ ഓയിൽ ഫിൽറ്റർ തന്നെയാണ് ഫോർച്യൂണർ ഉപയോഗിക്കുന്നത്. D4ഉം D2ഉം സെയിമാണ്. വേഴ്സയുടെയും എക്കോയുടെയും ബ്രേക്ക് പാഡ് സെയിമാണ്. വേഴ്സയുടെയും എക്കോയുടെയും ബ്രേക്ക് പാഡ് കമ്പനി വരുന്നത് 850 രൂപയാണ്. എന്നാൽ അത് അൾട്ടോയുടെ വരുമ്പോൾ 450 രൂപയ്ക്ക് അൾട്ടോയുടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അൾട്ടോയുടെ ബ്രേക്ക് പാഡ് നമുക്ക് ഈ വെർസയ്ക്കും അതുപോലെ ഇക്കോയ്ക്കും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫിയറ്റിൻ്റെയും അൽഫ റോമിയോൻ്റെയും സ്പെയർ പാർട്സുകൾ ഒരുവിധമെല്ലാം സെയിമാണ്. മാരുതി, ടാറ്റ, ഫിയറ്റ്, ഷെവർലെറ്റ് ഡീസൽ എൻജിൻ പാർട്സുകളെല്ലാം സെയിമാണ്. ഒരുവിധം സെയിം എൻജിനാണത്. ഡീസൽ എൻജിനാണ്, അത് സെയിമാണ്. ഷെവർലെറ്റിൻ്റെ ക്രൂസിൻ്റെ മെനിഫോൾഡ്, ടർബോ മെനിഫോൾഡ് മുതൽ ടർബോ വരെയുള്ള ആ ബിഗ് ഹോസ് സെയിമാണ്. ഏഷ്യർ ടിപ്പറിൻ്റെ പൈപ്പും കറക്റ്റാണ്. ഷെവർലെറ്റ് ക്രൂസിന് ഉപയോഗിക്കുന്ന മെനിഫോൾഡ് മുതൽ ടർബോ വരെ ഉപയോഗിക്കുന്ന ആ വലിയ ഹോസ് തന്നെയാണ് ഏഷ്യറിൻ്റെ ടിപ്പറിനും ഉപയോഗിക്കുന്നത്. ഡീസൽസൺ, ഇൻഡിക്ക, സുമോ, ടൈമിംഗ് ബെൽറ്റ് എല്ലാം സെയിമാണ്. പിജോട്ട് 309ൻ്റെ എൻജിനാണ് ഈ ഡീസൽസണിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റുകൾ, ടൈം ബെൽറ്റ് എല്ലാം സെയിമാണ്. ബ്രേക്ക് പാഡ് സെയിമാണ്. ഇൻഡിക്ക ഡീസലും ഡീസൽസണിൻ്റെയും ബ്രേക്ക് പാഡുകൾ സെയിമാണ്. സ്വിഫ്റ്റിൻ്റെ ഓയിൽ ഫിൽറ്റർ സെയിമാണ് ടാറ്റ ഇൻഡിക്കയുടെ വെസ്റ്റയുടെ. സ്വിഫ്റ്റിൻ്റെ ഓയിൽ ഫിൽറ്റർ സെയിമാണ് ടാറ്റ ഇൻഡിക്ക വെസ്റ്റയുടെ. ഡാറ്റ്സൺ, നിസാൻ, റെനോ ഏകദേശം പാർട്സുകളെല്ലാം സെയിമാണ്. ഹോണ്ട ഡീസൽ ആൻഡ് ഡസ്റ്റർ ഓയിൽ ഫിൽറ്റർ പരസ്പരം ഫിക്സ് ചെയ്യാം. എർട്ടിഗയുടെ ബ്രേക്ക് പാഡ് നമുക്ക് ഫിയസ്റ്റ ഗ്ലോബലിന് ഫിക്സ് ചെയ്യാം. സാൻഡ്രോയുടെ ഓയിൽ ഫിൽറ്റർ നമുക്ക് ലാൻസർ പെട്രോളിന് ഫിറ്റ് ചെയ്യാം. ടൊയോട്ട കൊറോള പെട്രോൾ വാഹനത്തിനും ഹോണ്ടയുടെ എല്ലാ പെട്രോൾ വാഹനങ്ങൾക്കും മാരുതി 800 MPFIയുടെ ഓയിൽ ഫിൽറ്റർ ഫിക്സ് ചെയ്യാം. ടാറ്റ ഇൻഡിക്ക വിസ്റ്റ, ഫിയറ്റ് ലിനിയ, ഫിയറ്റ് പൂന്തോ, സ്വിഫ്റ്റ് ഗോൾഡ് മോഡൽ എല്ലാ വാഹനങ്ങളുടെയും ടൈമിംഗ് ചെയിൻ സെയിമാണ്. ഹുണ്ടായി ഗെറ്റ്സിൻ്റെയും ഷെവർലെറ്റ് സ്പാർക്കിൻ്റെയും റിയർ വാട്ടർ എൽബോ സെയിമാണ്. ടൊയോട്ട കോളിസിൻ്റെയും ഫോർഡ് എൻഡവറിൻ്റെയും ഓയിൽ ഫിൽറ്റർ സെയിമാണ്. ഇൻഡിക്ക വിസ്റ്റയുടെ ബ്രേക്ക് പാഡും അശോക് ലൈലാൻഡ് ദോസ്തിൻ്റെ ബ്രേക്ക് പാഡും സെയിമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുവാൻ ബെൽ ഐക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ ഫ്രണ്ട്സ്.